ഇപ്പം നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു യുദ്ധമുണ്ട്. അതായത് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള. പക്ഷേ ഈ യുദ്ധത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ നമ്മളുടെ ഫേസ്ബുക്കിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ജീവിതത്തിൽ അനുഭവിക്കുന്നതും നമ്മൾ വായിച്ചറിയുന്നതുമായൊരു സത്യം. പക്ഷെ അത് രണ്ടും ഡിഫറെൻ്റ് ആട്ടോ. ചിലവർക്ക് എനിക്ക് തോന്നുന്നു വെറും ഒരു എഴുത്തിലൂടെ എന്തെല്ലോ വിളിച്ച് പറയുന്നു, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ആ ഒരു രീതിയാണ്. പക്ഷേ ഇവിടെ കിടന്ന് നമ്മൾ അനുഭവിക്കുന്നൊരു സാധനമുണ്ട്. അതായത് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ജീവിതം. ആ ജീവിതത്തിലോട്ട് പെട്ടെന്ന് കുറേ ശബ്ദകോലാഹലങ്ങളും അതുപോലെ തന്നെ മിസൈലും ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങളും അതേപോലെ സൈറനും. ആക്ച്വലി ചില നേരങ്ങളിൽ ഉറക്കെഴുന്നേൽക്കുന്നത് പോലും നമ്മുടെ സൈറനിൽ നിന്നാണ്. അതായത് ഫോണിലുണ്ടാകും, അത് ചുറ്റുള്ള എല്ലാവരുടെ ഫോണിലും ഉണ്ടാകും. അത് കൂടാണ്ട് ഫയർഫോഴ്സ് പോകുന്ന ശബ്ദങ്ങളും അല്ലാതെ സൈറൻ്റെ സൗണ്ടും ഇതെല്ലാം കേട്ടിട്ടാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ജീവിച്ച് വന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് പോകുന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സാധനം വരുന്നത്, അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്നുള്ള കോളും കൂട്ടുകാരുടെ കോളും, എന്താണ് അവസ്ഥ, അവരോടൊക്കെ നമ്മൾ ചില നേരമൊക്കെ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഈ കേസ് തന്നെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. അതായത് ഒന്നുമില്ല, എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്ത ആ ഒരു സാധനം. പക്ഷെ അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഉള്ളിലൊരു പേടിയുണ്ട്, അല്ലെങ്കിൽ ഒരു എന്തോ ഒന്നും സംഭവിക്കില്ലെങ്കിലും എന്തോ ഒരു സാധനം. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് അവരെ സമാധാനിപ്പിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമ്മൾ ഓക്കെയാണ് എന്നാലും ആ ഒരു സാധനത്തിൽ. പക്ഷേ എല്ലാവരും നാട്ടിലുള്ളവരാണെങ്കിലും ഇപ്പോൾ അവരെ തീവ്രവാദിയാക്കുന്നു, ഇവരെ തീവ്രവാദിയാക്കുന്നു, എന്തോ അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. പക്ഷേ നമ്മളെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബഹ്റൈൻ ആണെങ്കിലും കുവൈത്ത് ആണെങ്കിലും സൗദി ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഇവിടെയൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ അടുത്തും ചുറ്റുപാടുള്ള വ്യക്തികളാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നഷ്ടപ്പെടാനുള്ളത് നമ്മൾക്ക് തന്നെ, അത് വേറൊരാൾക്കും ഇല്ല. അതായത് യുദ്ധം കൊണ്ടൊന്നും ഒരാളും ഒന്നും നേടിയിട്ടില്ല. ചിലപ്പോൾ കുറേ പേരെ കൊന്നൊടുക്കി കാണും, കുറേ പേര് മരിച്ചു വീട് കാണും, പിന്നെ അത് വേറൊരു രാജ്യത്തോട്ട് പോകും. ഒന്നിനും ഇല്ലാണ്ട് ഈ യുദ്ധത്തിൽ പെട്ടുപോകുന്നൊരവസ്ഥ. അറ്റ്ലീസ്റ്റ് ഒന്ന് നാട്ടിലോട്ട് വരാൻ ഒരു ഫ്ലൈറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥ. ആ ഒരവസ്ഥ അതങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീലാണ്. അറ്റ്ലീസ്റ്റ് ഇവിടെ ഒന്ന് മരിച്ചു വീണ സ്വന്തം കുടുംബത്തിന് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ. യുദ്ധം അതില്ലാതാവണം. മനുഷ്യരെ സ്നേഹിച്ച് മുന്നോട്ട് പോകണം. ശരിയാവും, ശരിയാക്കണം. ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്പം ഇരിക്കുന്നത്. റെഡിയാവും.